നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 38ന്റെ പരീക്ഷയാണ്. അപ്പൊ എല്ലാവരും പോർഷൻസ് ഒക്കെ പഠിച്ച് സെറ്റ് ആയല്ലോ അല്ലേ? ഫുൾ മാർക്ക് വാങ്ങാൻ തന്നെ പഠിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ ഫുൾ മാർക്കിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. അപ്പൊ ആ ഒരു രീതി കണക്കാക്കി വേണം ഓരോ ദിവസവും പഠിച്ച് പരീക്ഷ എഴുതാൻ. പരീക്ഷ എഴുതേണ്ടത് നിർബന്ധമാണ്. നിർബന്ധമായിട്ടും പരീക്ഷ അറ്റൻഡ് ചെയ്യണം. മാർക്ക് താഴെ കമന്റും ചെയ്യണം. അപ്പൊ എന്തായാലും പരീക്ഷയിലേക്ക് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവണേ. സ്റ്റാർട്ട് ചെയ്യാം. ടെൻത്ത് മെയിൻസ് ഡേ 38 എക്സാം. ആദ്യത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ സിംഗുലാർ ഫോം ഫ്രം ദ ഫോളോയിങ് വേർഡ്സ്. ഇവിടെ 4 വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ സിംഗുലാർ ഫോം ഏതാണെന്ന് കണ്ടെത്തുക. ഡേറ്റ, മൈസ്, ടീത്ത്, ഫംഗസ്. ഉത്തരം എഴുതിക്കോളൂ. 2. പിക്ക് ഔട്ട് ദ ഇൻകറക്റ്റ് സിംഗുലാർ പ്ലൂറൽ ഗ്രൂപ്പ് ഫ്രം എമംഗ് ദ ഫോളോയിങ്. മീഡിയം, മീഡിയ. റേഡിയസ്, റേഡിയായി. ബേസിസ്, ബേസസ്. ഷെൽഫ്, ഷെൽഫ്സ്. 3. The masculine gender for doe. Stallion, gander, buck, none of these. 4. I shuffled the dash while playing. Deck of cards, board of cards, cluster of cards, flock of cards. 5. What is the term used to describe a group of fish? School, covey, mob, battalion. 6. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഡിജിറ്റൽ ഗ്ലോബുകൾക്കും മാപ്പിനും ഉദാഹരണം കണ്ടെത്തുക. മാർബിൾ, സ്റ്റെല്ലേറിയം, ഗൂഗിൾ എർത്ത്, ജിയോജിബ്ര. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. 7. ചുവടെ തന്നിരിക്കുന്നതിൽ കളി എന്നർത്ഥം വരുന്ന പദം ഏതാണെന്ന് കണ്ടെത്തുക. ക്രീഡ, ആരവം, കയം, വനി. 8. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. മൂഷികൻ, മൂഷകൻ, ആംഖു, ശരധി. 9. ചുവടെ തന്നിരിക്കുന്നതിൽ കരയുടെ പര്യായ പദം അല്ലാത്തത്. തൂണി, കുലം, തീരം, പ്രതീരം. 10. ചുവടെ തന്നിരിക്കുന്നതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഏതെല്ലാം? പ്രോസസ്സ് കൈകാര്യം ചെയ്യൽ, മെമ്മറി കൈകാര്യം ചെയ്യൽ, ഫയൽ കൈകാര്യം ചെയ്യൽ, മേൽ പറഞ്ഞവയെല്ലാം. 11. നടപ്പിലാക്കുവാൻ ഏറ്റവും കുറവ് സമയം വേണ്ട പ്രോസസ് ആദ്യം നടപ്പിലാക്കുന്ന ഷെഡ്യൂളിങ്ങിന് പറയുന്ന പേരെന്ത്? SJF, FCFS, ലിഫോ, റൗണ്ട് റോബിൻ. 12. വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ച തുക 3 വർഷം കൊണ്ട് ഇരട്ടിച്ചു. ഈ തുക 8 മടങ്ങാകാൻ എത്ര വർഷം വേണം? 8, 9, 12, 6. 13. കൂട്ടുപലിശ ക്രമത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ച ഒരു തുക 2 വർഷം കൊണ്ട് 6050 രൂപയും 3 വർഷം കൊണ്ട് 6655 രൂപയും ആയെങ്കിൽ പലിശ നിരക്ക് എത്ര? 9, 10, 11, 12. 14. ചുവടെ തന്നിരിക്കുന്നതിൽ സുന്ദരി എന്നർത്ഥം വരുന്ന പദം ഏതാണെന്ന് കണ്ടെത്തുക. നദാംഗി, തായ, തോഴി, ഭാഗിനേയ. 15. A dash of policemen are there at the Raj Bhavan. Group, battalion, post, fleet. Okay.
ഇത്രയായിരുന്നു 15 ചോദ്യം. ഇനി ആൻസേഴ്സ് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ സിംഗുലർ ഫോം ഫ്രം ദ ഫോളോയിങ് വേർഡ്സ്. ഇവിടെ ആൻസർ വരുന്നത് ഡി ആണ്. ഫംഗസ് എന്നുള്ളതാണ് സിംഗുലർ ഫോം. ഈ ഫംഗസിന്റെ പ്ലൂറൽ ഫോം എന്തുവാ? ഫംഗൈ ആണ്. FUNGI, ഫംഗൈ. ബാക്കി ഇവിടെ തന്നേക്കുന്ന 3ഉം പ്ലൂറൽ ഫോംസ് ആണ്. ഡേറ്റ, മൈസ്, ടീത്ത് എന്നൊക്കെ പറയുന്നത് പ്ലൂറൽ ഫോംസാ. അപ്പൊ ഈ ഡേറ്റയുടെ സിംഗുലർ ഫോം എന്തുവാ? ഡേറ്റയുടെ സിംഗുലർ ഫോം എന്ന് പറയുന്നത് ഡേറ്റം ആണ്. ഡേറ്റം ആണ് ഡേറ്റയുടെ സിംഗുലർ ഫോം. മൈസിന്റെ സിംഗുലർ എന്തുവാ? മൗസ്. മൈസിന്റെ സിംഗുലർ എന്തുവാ? മൗസ് ആണ്. മൗസ്. ടീത്തിന്റെ സിംഗുലർ എന്തുവാ? ടൂത്ത് ആണ് ടീത്തിന്റെ സിംഗുലർ ഫോം. ഓക്കെ, അപ്പൊ ഇവിടെ സിംഗുലർ ഫോം ആയിട്ടുള്ള ഫംഗസ് ആണ്. ഫംഗസിന്റെ പ്ലൂറൽ ഫംഗൈ ആണ്. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ ഇൻകറക്റ്റ് സിംഗുലർ പ്ലൂറൽ ഗ്രൂപ്പ് ഫ്രം എമംഗ് ദ ഫോളോയിങ്. ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഡി ആണ്. ഷെൽഫിന്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ഷെൽഫ്സ് ആണ്. അതിന്റെ സ്പെല്ലിംഗ് SHELVES ആണ്. ബാക്കി എല്ലാം കറക്റ്റാ. മീഡിയത്തിന്റെ പ്ലൂറൽ ആണ് മീഡിയ. റേഡിയസിന്റെ പ്ലൂറൽ ആണ് റേഡിയൈ. ബേസിസിന്റെ പ്ലൂറൽ ആണ് ബേസസ്. അടുത്ത ചോദ്യം, ദ മസ്കുലിൻ ജെൻഡർ ഫോർ ഡോ. ഡോയിന്റെ മസ്കുലിൻ ജെൻഡർ ബക്ക് ആണ്. BUCK, ബക്ക്. ഓപ്ഷൻ സി. 4, ഐ ഷഫിൾഡ് ദ ഡാഷ് വൈൽ പ്ലേയിങ്. കാർഡ്സിന്റെ ഗ്രൂപ്പിനെ പറയുന്ന പേര് ഡെക്ക് ഓഫ് കാർഡ്സ്. A. 5, വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ ഗ്രൂപ്പ് ഓഫ് ഫിഷ്. ഫിഷിന്റെ കൂട്ടത്തെ പറയുന്ന പേരെന്തുവാ? സ്കൂൾ. എ സ്കൂൾ ഓഫ് ഫിഷ്. 6, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഡിജിറ്റൽ ഗ്ലോബുകൾക്കും മാപ്പിനും ഉദാഹരണം മാർബിളും ഗൂഗിൾ എർത്തുമാണ്. ഇന്ന് 6th സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ ഫുള്ള് പഠിക്കാൻ പറഞ്ഞില്ലേ, അതിനകത്തെ ചോദ്യമാണ്. മാർബിളും ഗൂഗിൾ എർത്തുമാണ്. അപ്പൊ 1ഉം 3ഉം ആണ് ശരി. 1ഉം 3ഉം മാത്രം. സി. 7, ചുവടെ തന്നിരിക്കുന്നതിൽ കളി എന്നർത്ഥം വരുന്ന പദം ഏതാണെന്ന് കണ്ടെത്തുക. കളി എന്നർത്ഥം വരുന്ന പദം A. ക്രീഡയാണ് കളി. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഒറ്റയാൻ ശരധിയാണ്. ശരധി എന്നാൽ ആവനാഴി എന്നാണ് അർത്ഥം. മൂഷകൻ, ആംഖു എല്ലാം എലിയുടെ പര്യായ പദങ്ങളാണ്. ശരധി എന്നാൽ ആവനാഴി എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ കരയുടെ പര്യായ പദം അല്ലാത്തത് തൂണിയാണ്. തൂണി എന്നാൽ ആവനാഴി എന്നാണ് അർത്ഥം. ബാക്കി കുലം, തീരം, പ്രതീരം എല്ലാം കര എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഡി ആണ്. മേൽ പറഞ്ഞവ എല്ലാം. പ്രോസസ്സ് കൈകാര്യം ചെയ്യൽ, മെമ്മറി കൈകാര്യം ചെയ്യൽ, ഫയൽ കൈകാര്യം ചെയ്യൽ, ഇവയെല്ലാം. 11, നടപ്പിലാക്കുവാൻ ഏറ്റവും കുറവ് സമയം വേണ്ട പ്രോസസ്സ് ആദ്യം നടപ്പിലാക്കുന്ന ഷെഡ്യൂളിങ്ങിന് പറയുന്ന പേരാണ് SJF. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. അടുത്ത ചോദ്യം, വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ച തുക 3 വർഷം കൊണ്ട് ഇരട്ടിച്ചു. ഈ തുക 8 മടങ്ങാകാൻ എത്ര വർഷം വേണം? ഉത്തരം 9 ആണ്. ഇതില്ലേ, എളുപ്പത്തിൽ ചെയ്യാനൊരു വഴിയുണ്ട്. വാർഷികമായി കൂട്ടുപലിശയുടെ കേസാണ് ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ, അതായത് ഒരു തുക, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു തുക ഇവിടെ തന്നേക്കുന്നത് തന്നെ എടുക്കാം. 3 വർഷം കൊണ്ട് ഇരട്ടിച്ചു. 3 വർഷം കൊണ്ട് ഡബിളായി. ഈ തുക 8 മടങ്ങാകാൻ എത്ര വർഷം വേണം എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഇയർ 3 ഇയേഴ്സ് കൊണ്ട് ഡബിളായി. അങ്ങനെയെങ്കിൽ 8 മടങ്ങാകാൻ 8 ടൈംസ് ആകാൻ എത്രയാണ് നമ്പർ ഓഫ് ഇയേഴ്സ്? കൂട്ടുപലിശയുടെ കേസ് ആണെങ്കിൽ ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയാവോ? ലോഗ് എടുക്കുക. ലോഗ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 8 മടങ്ങാകാനല്ലേ. അപ്പൊ ലോഗ് 8 ഡിവൈഡഡ് ബൈ നമുക്ക് തന്നേക്കുന്ന എന്തുവാണ്? ഇരട്ടിച്ചത് 3 വർഷം കൊണ്ട്. അപ്പോൾ ഇരട്ടിക്കുക എന്ന് വെച്ചാൽ ഡബിൾ ആകാൻ. അതുകൊണ്ട് ലോഗ് 2 എന്ന് എടുക്കാം. അപ്പൊ ഇവിടെ ലോഗിൽ എടുക്കാനുള്ളത് എത്ര മടങ്ങ് എന്നുള്ളതാണ് ലോഗിൽ എടുക്കാനുള്ളത്. മുകളിൽ എടുക്കാനുള്ളത് എന്തുവാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ലോഗ് 8 മടങ്ങാകാനല്ലേ. താഴെ നമുക്ക് തന്നേക്കുന്നത് ഇരട്ടിച്ചു. അപ്പൊ ലോഗ് 2 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ ഒറ്റൊരു വർഷമല്ലേ തന്നേക്കുന്നുള്ളൂ, 3 വർഷം. ഇപ്പൊ ഇൻറ്റു 3. ഇത് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും.
ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് ലോഗ് 8നെ നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതിക്കൂടെ? 2ന്റെ ക്യൂബ് അല്ലേ 8 എന്ന് പറയുന്നത്? 2ന്റെ ക്യൂബാണ് 8. അപ്പൊ ലോഗ് 2 ക്യൂബ് ഡിവൈഡഡ് ബൈ ലോഗ് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. ഇനി ഈ ഒരു ഫംഗ്ഷൻ ലോഗ് എ റേസ് ടു എം എന്ന് വെച്ചാൽ എന്തുവാണ്? ആ ഒരു ഫോമുലയിൽ ഇത് കിടക്കുന്നത് ലോഗ് 2 റേസ് ടു 3. അപ്പൊ ലോഗ് എ റേസ് ടു എം എന്ന് വെച്ചാൽ എം ലോഗ് എ എന്നാണ് അർത്ഥം. എം ലോഗ് എ, എം ലോഗ് എ. അപ്പൊ ലോഗ് എ റേസ് ടു എം എന്ന് വെച്ചാൽ എം ലോഗ് എ എന്ന് എഴുതാം. അപ്പൊ അതുപോലെ ഇവിടെ എങ്ങനെ എഴുതാം? ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് 3 അല്ലേ? 3 ലോഗ് 2 എന്ന് എഴുതാമല്ലോ. 3 ലോഗ് 2. താഴെ ഒരു ലോഗ് 2 ഉണ്ട്. അപ്പൊ ഡിവൈഡഡ് ബൈ ലോഗ് 2 ഇൻറ്റു 3, നമ്പർ ഓഫ് ഇയർ ഇൻറ്റു 3. ഓക്കെ, ഈ ലോഗ് 2 കൂടെ ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ ലോഗ് 2 കൂടെ ക്യാൻസൽ ചെയ്തു. താഴെ മുകളിലും സെയിം ക്വാണ്ടിറ്റി ആയുണ്ട്. ബാക്കി 3 ഇൻറ്റു 3 അല്ലേ ഉള്ളത്? 3 ഇൻറ്റു 3 എന്ന് വെച്ചാൽ എത്രയാണ്? 9 ആണ് ഉത്തരം. ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഒന്നുകൂടെ പറയാം, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എത്ര ടൈംസ് ആണോ അത് മുകളിൽ എഴുതാം. ലോഗ് 8 ഡിവൈഡ് ബൈ നമുക്ക് തന്നേക്കുന്നത് ഇരട്ടിച്ചു ലോഗ് 2 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു 3. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ് 3 എന്നല്ലേ തന്നേക്കുന്നത്. അപ്പൊ ഇൻറ്റു 3. ഈ ലോഗ് 8നെ ഞാൻ ലോഗ് 2 ക്യൂബ് എന്ന് എഴുതി. ലോഗ് 2 ക്യൂബ് ഡിവൈഡ് ബൈ ലോഗ് 2 ഇൻറ്റു 3. ഇത് ലോഗ് എ റേസ് ടു എം എന്ന് വെച്ചാൽ എം ലോഗ് എ ആണ്. അപ്പൊ ഇതിനെ ഞാൻ 3 ലോഗ് 2 എന്ന് എഴുതി. ഡിവൈഡ് ബൈ ലോഗ് 2 ഇൻറ്റു 3. ലോഗ് 2 ക്യാൻസൽ ചെയ്തു. ബാക്കി 3 ഇൻറ്റു 3 ആണുള്ളത്. 3 ഇൻറ്റു 3 9 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. കൂട്ടുപലിശ ക്രമത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ച ഒരു തുക 2 വർഷം കൊണ്ട് 6050 രൂപ. 2 വർഷം കൊണ്ട് അത് 6050 രൂപയായി. 2 വർഷം കൊണ്ട് എത്രയായി? 6050 ആയി. 3 വർഷം കൊണ്ട് ആ തുക എത്രയായി? 6655 രൂപയായി. 6655 രൂപയായി. അങ്ങനെയെങ്കിൽ പലിശ നിരക്ക് കണ്ടുപിടിക്കാനുള്ളത്, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണം കണ്ടുപിടിക്കാൻ. 2 വർഷവും 3 വർഷവും അല്ലേ? അതായത് 3 മൈനസ് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 വർഷത്തെ പലിശ കിട്ടത്തില്ലേ? അതായത് രണ്ടാമത്തെ വർഷത്തിൽ നിന്ന് 3ാമത്തെ വർഷത്തിലോട്ട് പോകുമ്പോൾ 2ാമത്തെ വർഷത്തിന്റെ എമൗണ്ടിന്റെ കൂടെ പലിശയും കൂടെ കൂട്ടുന്നതായിരിക്കുമല്ലോ 3ാമത്തെ വർഷത്തിന്റെ എമൗണ്ട്. അപ്പൊ 3 മൈനസ് 2 എടുക്കുക. അതായത് 3ാമത്തെ വർഷം മൈനസ് 2ാമത്തെ വർഷം. 6655 മൈനസ് 6050. അപ്പൊ 605 എന്ന് കിട്ടും. ഈ 605 എന്ന് വെച്ചാൽ 1 വർഷത്തെ പലിശയാണ്. അപ്പോൾ 1 വർഷത്തെ പലിശ കണക്കാക്കുമ്പോൾ അത് സിമ്പിൾ ഇൻട്രസ്റ്റിലേക്ക് നമുക്ക് എടുത്താൽ മതി. ഇപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ഐ കണ്ടുപിടിക്കുന്ന ഫോമുല എന്തുവാ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ PNR ഡിവൈഡഡ് ബൈ 100 ആണ്. PNR ഡിവൈഡഡ് ബൈ 100. അതിൽ ഐ ആണ് ഇപ്പോൾ നമ്മൾ 605 എന്ന് കണ്ടുപിടിച്ചത്. പി എത്രയെന്ന് എടുക്കണം? 6050 എന്ന് എടുക്കണം. എൻ 1 വർഷത്തെയാണ്. കാരണം 3 മൈനസ് 2 എന്ന് വെച്ചാൽ 1 വർഷത്തെ പലിശയിലെ നമ്മൾ 605 എന്ന് കണ്ടുപിടിച്ചേ. അപ്പൊ N 1 എന്ന് എടുക്കണം. 6 നമുക്ക് അറിയത്തില്ല. ബൈ 100. അപ്പൊ 6 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? I ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ P ഇൻറ്റു N ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. 6ന്റെ വാല്യൂ എന്ന് പറയുന്നത് 10% 10%. 14. ചുവടെ തന്നിരിക്കുന്നതിൽ സുന്ദരി എന്നർത്ഥം വരുന്ന പദം ഏതാണെന്ന് കണ്ടെത്തുക. സുന്ദരി എന്നർത്ഥം വരുന്ന പദം നദാംഗിയാണ്. നദാംഗി. 15. എ ഡാഷ് ഓഫ് പോലീസ്മെൻ ആർ ദെയർ അറ്റ് ദ രാജ്ഭവൻ. പോലീസ്മെന്റെ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് പോസ്. POSSE. പോസ് ഓഫ് പോലീസ്മെൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു 15 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിർബന്ധമായിട്ടും താഴെ കമന്റ് ചെയ്യണേ. അതുപോലെ ഞാൻ എന്നും പറയുന്നതാണ്, എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടായിരിക്കും. പരീക്ഷ എഴുതി ശീലിക്കുക. എന്നാൽ മാത്രമേ നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ, നമ്മൾ മെയിൻ ആയിട്ടുള്ള PSC എക്സാമിന് പോകുമ്പോൾ നമുക്ക് പേടിയില്ലാതെ ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ എന്നും ചെയ്യുന്നതല്ലേ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ എന്ന് നമുക്ക് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ ആദ്യമായിട്ട് പോയി ഇരിക്കുമ്പോഴത്തേക്കും ആകെ ഒരു വെപ്രാളവും പരവേശവും ഒക്കെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഡെയിലി പരീക്ഷ എഴുതണമെന്ന് പറയുന്നത്. അതൊന്ന് ഫോളോ ചെയ്യുക, നല്ല റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നാളെ ഡേ 39 ആണ്. നാളെ പഠിക്കാനുള്ള പോർഷൻസ് നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ട് തരാവേ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണേ. ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റ് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്